വിജയത്തിന്റെ രാജശില്പി വേണുഗോപാൽ വെള്ളാപ്പള്ളി. ജനാധിപത്യ രീതിയോ കീഴ്വഴക്കമോ നോക്കിയില്ലെന്ന് സുകുമാരൻ നായർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന്റെ രാജശില്പി KC വേണുഗോപാലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പിൽ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നയരൂപീകരണത്തിനും തന്ത്രങ്ങളിലുമെല്ലാം സ്വാധീനം ചെലുത്താൻ KC വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. സമ്പത്ത് കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും വിജയത്തിന്റെ പ്രധാന ശില്പി അദ്ദേഹമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വമ്പൻ വിജയമാണ് കോൺഗ്രസിന്. പ്രതീക്ഷിച്ച ജയം LDFന് ലഭിച്ചില്ല. ഞാൻ അന്ന് പറഞ്ഞത് പിണറായി ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എന്നായിരുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്നല്ല, ഏതായാലും നടന്നില്ലെന്ന് മാത്രമല്ല, 102 സീറ്റിൽ ജയിക്കാൻ UDFന് സാധിച്ചു. രമേശനായാലും VD സതീശനായാലും വേണുഗോപാലായാലും ഒരേ മനസ്സോടെ UDFനെ നയിച്ച് ഭരണം പിടിച്ചെടുക്കാനുള്ള പരിശ്രമം നടത്തി. ഘടകകക്ഷികളും സജീവമായി സഹകരിച്ചു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ UDFന് സാധിച്ചു. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഭരണം കാഴ്ചവെക്കാൻ VD സതീശനു സാധിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിൽ കടുത്ത അതൃപ്തിയുമായി SNDP ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. കീഴ്വഴക്കമോ ജനാധിപത്യ രീതിയോ നോക്കിയിട്ടല്ല മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതെന്നും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തിയത് ശരിയായില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഘടകകക്ഷികളെല്ലാവരും അഭിപ്രായം പറഞ്ഞിരുന്നു. അവരിൽ നിർണായക ശക്തിയായത് ലീഗാണ്. ലീഗ് നടത്തിയ രീതി ശരിയായില്ല. മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിലും ഈ സമ്മർദ്ദമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. 3 പേരും യോഗ്യരായിരുന്നു. എന്നാൽ വ്യക്തിപരമായി പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ. 3 പേരിൽ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്ന ആളെ വേണം തെരഞ്ഞെടുക്കാൻ. എന്നാൽ അതുണ്ടായില്ല. സതീശൻ വേണമെന്ന് ജനങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. ജനങ്ങൾ എന്ന് പറയുന്നവരെ ആര് കൗണ്ട് ചെയ്തു? VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ജനങ്ങളുണ്ട്? ആര് കണക്കെടുത്തു? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭൂരിപക്ഷം വേണ്ടേ? കോൺഗ്രസ് കീഴ്വഴക്കം പാലിക്കാത്തത് കൊണ്ടാണ് NSS ഇത് പറയുന്നത്. ഇടതുപക്ഷം കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്നില്ല, അവരുടേതായ രീതിയിൽ പോകുന്നു, സുകുമാരൻ നായർ പറഞ്ഞു.